ഹലോ, തുടങ്ങട്ടെ? ആ ഓക്കെ. ഹെമറേജ് ആണ് ടോപ്പിക്ക്. അപ്പം ഹെമറേജ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ബ്ലഡ് ലോസ് ആണ് ഹെമറേജ്. ഓക്കെ. ഹെമറേജിന്റെ ടൈം ഓഫ് ഓൺസെറ്റ് വെച്ചിട്ട് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് പ്രൈമറി ഹെമറേജ്, റിയാക്ഷണറി ഹെമറേജ്, സെക്കൻഡറി ഹെമറേജ്. ടൈം ഓഫ് ഓൺസെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഇത് പറയുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് പ്രൈമറി ഹെമറേജ് എന്തോ നോക്കാം. പ്രൈമറി ഹെമറേജ് എന്ന് പറയുമ്പം ഇഞ്ചുറിയുടെ സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനാണ് പ്രൈമറി ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഓപ്പറേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനാണ് പ്രൈമറി ഹെമറേജ് എന്ന് പറയുന്നത്. റിയാക്ഷണറി ഹെമറേജ് എന്താന്ന് വെച്ചാൽ ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ ഉണ്ടായി കഴിഞ്ഞ് 24 hours ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനാണ് റിയാക്ഷണറി ഹെമറേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർജറി ചെയ്തതിന് ശേഷം 24 hours കഴിഞ്ഞിട്ടുണ്ടാവുന്നതിന് ശേഷം സർജറി ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനാണ് റിയാക്ഷണറി എന്ന് പറയുന്നത്. റിയാക്ഷണറി ഹെമറേജ്. ഓക്കെ. ശരിക്കും 24 hours നമ്മൾ തിയറിയിലേ പറയുന്നുള്ളൂ. ക്ലിനിക്കലി 4 to 8 hours ആ ബ്ലീഡിങ് ഉണ്ടാവും. ഓക്കെ. റിയാക്ഷണറി ഹെമറേജ്. ഇനി അതിന്റെ റീസൺസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഇവിടെ മാത്രം നോക്കുക, കോമൺ കോസസ്. ഓക്കെ. അപ്പൊ തൈറോയിഡ് സർജറീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിയാക്ഷണറി ഹെമറേജ് ഉണ്ടാവും. അത് എന്തുകൊണ്ടായിരിക്കും? കഫിംഗ് കൊണ്ടായിരിക്കും. ആ ഭാഗം സർജറി കഴിഞ്ഞതിന് ശേഷം അവിടെ ചുമക്കുകയൊക്കെയാണ്, അവിടുന്ന് റിയാക്ഷണറി ഹെമറേജ് ഉണ്ടാവും. സർജറി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. കോളിസിസ്റ്റെക്ടമി എന്ന് പറഞ്ഞ സർജറി ചെയ്ത് കഴിയുമ്പം ആൾക്ക് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ ഹെമറേജ് ഉണ്ടാവും. അതുപോലെ മേജർ അബ്ഡമൽ സർജറീസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ പേഷ്യൻസ് സ്ട്രെയിനിങ് എടുക്കുവാണെങ്കിൽ ഹെമറേജ് ഉണ്ടാവും. അതുപോലെ സർക്കംസിഷൻ, ഹൈഡ്രോസിയൽ സർജറി ഒക്കെ കഴിഞ്ഞവര് BP കൂടുക അല്ലെങ്കിൽ സ്ട്രെയിനിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവും. ടോൺസിലെക്ടമി കഴിഞ്ഞ പേഷ്യൻസിനകത്ത് ഈ വീനസ് റീഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോൺസിലെക്ടമി സർജറിയുടെ സമയത്ത് അനസ്റ്റമോസിസ് ചെയ്യുമല്ലോ. അപ്പൊ അവിടെ വെയിൻസിനകത്ത് ബ്ലഡ് വന്ന് വീണ്ടും ഇങ്ങനെ കളക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ അവിടെ പ്രഷർ വന്നിട്ട് ആ വെയിൻസ് ഒക്കെ പൊട്ടും. അങ്ങനെ റിയാക്ഷണറി ഹെമറേജ് ഉണ്ടാവും. അതാണ് വീനസ് റീഫില്ലിംഗ് ഡ്യൂറിങ് റിക്കവറി ഫ്രം അനസ്തീഷ്യ. പിന്നെ എന്തെങ്കിലും നമ്മളിട്ട് ഇതുണ്ടല്ലോ സ്ട്രിക്ചർ, അത് സ്ലിപ്പായി പോയാലും അവിടുന്ന് റിയാക്ഷണറി ഹെമറേജ് ഉണ്ടാവും. അല്ലെങ്കിൽ ക്ലോട്ട് ഡിസ്ലോഡ്ജ്മെന്റ് കാരണം റിയാക്ഷണറി ഹെമറേജ് ഉണ്ടാവും. അപ്പൊ റിയാക്ഷണറി ഹെമറേജ് എന്താണെന്ന് വെച്ചാൽ 24 hours ആഫ്റ്റർ സർജറി അല്ലെങ്കിൽ ആഫ്റ്റർ ട്രോമ ഉണ്ടാവുന്ന ഹെമറേജിനാണ് റിയാക്ഷണറി ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓർക്കും നമ്മൾ? ഇത് ഓർക്കാണ്. അപ്പൊ ഇത് ഇപ്പം നമ്മൾ ഹെഡ് ടു ടോ എടുക്കാം. ഹെഡ് ടു ടോ എടുക്കുമ്പോൾ കഴുത്തിലെ കുറച്ച് കണ്ടീഷൻസ് ഓർക്കുകയാണെങ്കിൽ തൈറോയിഡ് ഓർക്കാം, ടോൺസിലെക്ടമി ഓർക്കാം. അപ്പൊ രണ്ടെണ്ണം എഴുതാലോ. തൈറോയിഡും ടോൺസിലെക്ടമി. തൈറോയിഡ് ആണെങ്കിൽ കഫിംഗ് കാരണം, ടോൺസിലെക്ടമി ആണ് ഈ റീസൺ, വീനസ് റീഫില്ലിംഗ് ഡ്യൂറിങ് ആഫ്റ്റർ അനസ്റ്റമോസിസ്. അത് എഴുതാം. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ അബ്ഡമൻ അല്ലേ, നെക്ക് കഴിഞ്ഞാൽ പിന്നെ അബ്ഡമൻ വരുമ്പോൾ എന്തെങ്കിലും അബ്ഡമനൽ സർജറീസ്, അത് നമുക്ക് സ്ട്രെയിനിങ് എഴുതാം. കോളിസിസ്റ്റെക്ടമി ഓർക്കാം, അത് അബ്ഡമനലായിട്ട് വരുന്നില്ല, അപ്പൊ വോമിറ്റിംഗ്. പിന്നെ വീണ്ടും താഴോട്ട് വരുമ്പോൾ സർക്കംസിഷൻ ഓർക്കാം, ഹൈഡ്രോസിയൽ ഓർക്കാം. അപ്പൊ അങ്ങനെ ഹെഡ് ടു ടോ അങ്ങനെ ഒരു ഓർഡറിൽ ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇത് എഴുതാം, അതിന്റെ കോമൺ കോസസ് എഴുതാം, അതിന്റെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാം. അത് ബൈഹാർട്ടാക്കൊന്നുമില്ല, ജസ്റ്റ് എന്താ ഇങ്ങനെ കാര്യം മനസ്സിലാക്കി എഴുതിയാൽ മതി. പിന്നെ സ്ട്രിക്ചർ പൊട്ടിപ്പോവാണെങ്കിലും റിയാക്ഷണറി ഹെമറേജ് ഉണ്ടാവും, ക്ലോട്ട് ഡിസ്ലോഡ്ജ്മെന്റ് കാരണം ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് സെക്കൻഡറി ഹെമറേജ്. സെക്കൻഡറി ഹെമറേജ് എന്ന് പറയുമ്പോൾ എന്താ, സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് 14 days ശേഷമാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അതിന്റെ ഒരു റീസൺ ഓർത്ത് വെക്കാൻ എളുപ്പം, ഈ ഹെമറോഡക്ടമി കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ഒരുപാട് നേരം ഇരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അവിടെ ഇരിക്കുമ്പോൾ അവിടെ പെൽവിക് ബോൺ അല്ലേ, ആ ബോണിൽ ഇങ്ങനെ പ്രഷർ വന്നിട്ട് വീണ്ടും അവിടുന്ന് ഹെമറേജ് ഉണ്ടാവും. അതിനാണ് നമ്മൾ സെക്കൻഡറി ഹെമറേജ് എന്ന് പറയുന്നത്. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ കരോട്ടിഡ് ആർട്ടറിയിലേക്ക് ക്യാൻസർ സെൽസ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ അവിടുന്ന് പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും. അതാണ് ഒരു റീസൺ. പിന്നെ ഇതെനിക്ക് മനസ്സിലായില്ല, ഈ ഇൻഗ്വൈനൽ ബ്ലോക്ക് ഡിസെക്ഷൻ മാലിഗ്നൻസി, അതെന്തോ എനിക്ക് മനസ്സിലായില്ല. ഇൻഗ്വൈനൽ ബ്ലോക്ക് ഡിസെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫീമറൽ ട്രയാങ്കിളിന്റെ അവിടുന്ന് ഇൻസിഷൻ ഇട്ടിട്ട് നമ്മൾ അവിടുത്തെ ആ നോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് ഇൻഗ്വൈനൽ ബ്ലോക്ക് ഡിസെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതെനിക്ക് മനസ്സിലായില്ല അവരെന്തോ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഹെമറോഡക്ടമിയും ഇറോഷൻ ഓഫ് കാരോട്ടിഡ് ആർട്ടറി ബൈ ക്യാൻസർ. അതാണ് സെക്കൻഡറി ഹെമറേജിന്റെ രണ്ട് റീസൺസ്. അപ്പൊ കഴിഞ്ഞു, പ്രൈമറി, റിയാക്ഷണറി, സെക്കൻഡറി. ഇത് നമ്മോട് പറയണോ? ഓക്കെ. ഇതാണ് പോസ്റ്റ് ടോൺസിലെക്ടമി ഹെമറേജ്. ഓക്കെ, വീനസ് പില്ലേജ് റീസൺ. ഇനി നമുക്ക് വേറെ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത്, ഇത് അറിഞ്ഞ് ജസ്റ്റ് ഒന്നുമില്ല. സർജിക്കൽ ഹെമറേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് സർജറി ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഹെമറേജിനാണ് സർജിക്കൽ ഹെമറേജ് എന്ന് പറയുന്നത്. നോൺ സർജിക്കൽ ഹെമറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സർജറി വഴി മാറ്റാൻ പറ്റില്ല ആ ഹെമറേജ്. ഇപ്പൊ എന്തെങ്കിലും ക്ലോട്ട് അല്ലെങ്കിൽ ഇപ്പം കൊയാക്കുലോപതീസ്, DIC ഉള്ള ആൾക്കാർക്ക് സർജറി ചെയ്ത് നമുക്ക് ബ്ലീഡിങ് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ആന്റി കോയാഗുലൻസ്, ഓറൽ ഡ്രഗ്സ് കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ നോൺ സർജിക്കൽ ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത പത്തോഫിസിയോളജി ഓഫ് ഹെമറേജ്. പത്തോഫിസിയോളജി എളുപ്പമാണ്, ഒന്നുമില്ല. അപ്പം ഹെമറേജ് എന്ന് പറയുമ്പം
ബ്ലഡ് ലോസ് ആണ്. അപ്പൊ എന്തെങ്കിലും വഴിയിൽ ഇയാൾക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടായി കഴിയുമ്പോൾ അയാൾ ഹൈപ്പോവോളീമിക് ആവും. എന്ന് വെച്ചാൽ ബ്ലഡ് വോളിയം കുറയും. ബ്ലഡ് വോളിയം കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് കുറയും? കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോൾ എന്താ പറ്റും? നമ്മുടെ വൈറ്റൽ ഓർഗൻസിനൊന്നും വേണ്ട ബ്ലഡ് എത്തത്തില്ല. ഓക്കെ, വൈറ്റൽ ഓർഗൻസിലൊന്നും പെർഫ്യൂഷൻ നടക്കത്തില്ല. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ സ്പ്ലാഞ്ചനിക് വെസൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബവലിലുള്ള വെസൽസ് എല്ലാം കൂടെ വാസോ കൺസ്ട്രിക്ട് ചെയ്യും. അത് വാസോ കൺസ്ട്രിക്ട് ചെയ്യാൻ എന്തിനാ? അപ്പൊ നമ്മുടെ വൈറ്റൽ ഓർഗൻസിനൊക്കെ ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്പ്ലാഞ്ചനിക് വെസൽസ് എല്ലാം കൂടെ വാസോ കൺസ്ട്രിക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ വൈറ്റൽ ഓർഗൻസിനൊക്കെ പെർഫ്യൂസ് ചെയ്യും. പക്ഷെ ഹെമറേജ് കൺട്രോൾഡ് അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ എന്ത് പറ്റും? കാർഡിയാക് ഔട്ട്പുട്ട് വീണ്ടും കുറഞ്ഞിട്ട് ഹൈപ്പോക്സിയ വരും, ടിഷ്യൂ ഹൈപ്പോക്സിയ വരും, പെർഫ്യൂഷൻ കുറഞ്ഞിട്ട്. അങ്ങനെ ഹൈപ്പോക്സിയ വരുമ്പോൾ ഹൈപ്പോക്സിക് ഇഞ്ചുറി വരും. അതെങ്ങനെയാ വരുന്നത് ഹൈപ്പോക്സിക് ഇഞ്ചുറി? നമ്മുടെ സെൽസിനൊക്കെ ഹൈപ്പോക്സിക് ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ നമ്മുടെ സെൽസ് തന്നെ കാർഡിയാക് ഡിപ്രസൻസ് റിലീസ് ചെയ്യും. ഈ കാർഡിയാക് ഡിപ്രസൻസ് റിലീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കാർഡിയാക് ഡിപ്രസൻസ്, കാർഡിയാക് പമ്പ് ഫെയിലർ ഉണ്ടാവും. ഓക്കെ, കാർഡിയാക് പമ്പ് ഒക്കെ ഫെയിലർ ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് എന്താ പറ്റുക? ടിഷ്യൂസിനൊന്നും ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പൊ എന്ത് പറ്റും? അനേറോബിക് റെസ്പിറേഷൻ വഴി അവർ ഒരുപാട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അനേറോബിക് മെറ്റബോളിസം വഴി ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നഷ്ടപ്പെടും. ആ സെൽ മെംബ്രെയിൻസിലുള്ള പമ്പ്സ് ഉണ്ടല്ലോ, പൊട്ടാഷ്യം, സോഡിയം ക്ലോറൈഡ് പമ്പ്സ് ഒക്കെ ഓൾട്ടർ ചെയ്യും. അപ്പൊ എന്ത് പറ്റും? പൊട്ടാഷ്യം എല്ലാം കൂടെ പുറത്തും സോഡിയം ക്ലോറൈഡ് എല്ലാം കൂടെ സെൽസിനകത്ത് കയറും. അങ്ങനെ സെൽസ് എല്ലാം ഇങ്ങനെ എപ്പോപ്റ്റോട്ടിക് ആയിട്ട് ഇങ്ങനെ എല്ലാം നശിച്ചു പോകും. അങ്ങനെ ബ്ലഡിനകത്ത് ഹൈപ്പോനെട്രീമിയ, ഹൈപ്പോകാൽസിമിയ, ഹൈപ്പർ കലീമിയ, കാരണം പൊട്ടാഷ്യം വെളിയിൽ വരികയാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ സെൽസ് ഡാമേജ് വന്നു കഴിയുമ്പോൾ ലൈസോസോംസ് റിലീസ് ചെയ്യും. ഈ ലൈസോസോം സ്വന്തം സെൽസിനെ ഡാമേജ് ചെയ്യും. അങ്ങനെ എന്ത് പറ്റും? നമ്മുടെ സെൽസ് ഒക്കെ ഡാമേജ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ RBCസിനൊക്കെ ഒരുമാതിരി ഇങ്ങനെ സിക്കിൾ സെൽ ഷേപ്പ് വരും, ഡാമേജ് ആയി കഴിയുമ്പോൾ. അപ്പൊ ഈ സിക്കിൾ സെൽ ഷേപ്പ് വരുമ്പോഴാണ് സിക്കിൾ സെൽ സിൻഡ്രോം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ക്ലോട്ട് ചെയ്ത് ബ്ലഡ് വെസൽസിനകത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സിക്കിൾ സെൽ അനീമിയൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഇവിടെ സിൻഡ്രോം ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ക്ലോട്ട് ഇങ്ങനെ വെസൽസിനകത്ത് കെട്ടിക്കിടന്നിട്ട് അവിടെ ഇങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ ക്ലോട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ ക്ലോട്ട് എല്ലാം കൂടെ പ്ലേറ്റ്ലെറ്റ്സിനെയും കൊയാഗുലൻസിനെയും ഒക്കെ അട്രാക്ട് ചെയ്യും. അങ്ങനെ എന്ത് പറ്റും? അവിടെ ക്ലോട്ട്, ഈ സ്മോൾ ക്ലോട്ട് പോയിട്ട് ഇങ്ങനെ ഡിസമിനേറ്റ് ചെയ്ത് ഓരോ ഓർഗൻസിൽ പോയിട്ട് ഇങ്ങനെ ഓരോടത്ത് പോയി ലോഡ് ചെയ്യും. അങ്ങനെ DIC ഉണ്ടാക്കും, ഡിസമിനേറ്റഡ് ഇൻട്രാവെസ്കുലർ കൊയാഗുലേഷൻ. അങ്ങനെ ഇനി ഇത് പ്രോഗ്രസീവ് ആയി ഇങ്ങനെ നടത്തി ഹീമോഡൈലേഷൻ ഇങ്ങനെ പ്രോഗ്രസീവ് ആവാണ്, ഇങ്ങനെ ഹെമറേജ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ടോട്ടൽ സർക്കുലേറ്ററി ഫെയിലർ വന്ന് അങ്ങനെ ലാസ്റ്റ് എന്തുണ്ടാവും? MODS ഉണ്ടാവും. MODS എന്താ? മൾട്ടിപ്പിൾ ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം. എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റൽ ഓർഗൻസ് എല്ലാം എല്ലാത്തിന്റെയും കഥ കഴിയും, അങ്ങനെ മരിക്കും. ഇതാണ് പത്തോഫിസിയോളജി. ഓക്കെ, ഒന്നുകൂടെ പറയണം പത്തോഫിസിയോളജി. ഇത് നിങ്ങൾക്ക് തന്നെ എഴുതാന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ബ്ലീഡിംഗ് ഉണ്ടാവും, ഹൈപ്പോവോളീമിയ അടിക്കും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. കാർഡിയാക് ഔട്ട്പുട്ട് പറയുമ്പോൾ വൈറ്റൽ ഓർഗൻസിനൊന്നും ബ്ലഡ് എത്തുന്നില്ല. അപ്പൊ എന്ത് പറ്റും? ടക്കിക്കാർഡിയ ഉണ്ടാവും, ടക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ സ്പ്ലാഞ്ചനിക് വെസൽസ് വാസോ കൺസ്ട്രിക്ട് ചെയ്യും, പെർഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റൽ ഓർഗൻസിനെ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹെമറേജ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവസാനം ടിഷ്യൂസിനൊന്നും കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞു ടിഷ്യൂസിനൊന്നും ബ്ലഡ് ഒട്ടും എത്താണ്ട് വരും. അങ്ങനെ ഹൈപ്പോക്സി വരും. ഹൈപ്പോക്സി വരുമ്പോൾ ഹൈപ്പോക്സിക് ഇഞ്ചുറി ഉണ്ടാവും. ഹൈപ്പോക്സിക് ഇഞ്ചുറി എങ്ങനെ ഉണ്ടാകുന്നത്? ഒന്ന്, ഈ കാർഡിയാക് ഡിപ്രസൻസ് റിലീസ് ചെയ്തിട്ട് കാർഡിയാക് പമ്പ് ഓൾട്ടർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ? ഈ സെൽസിന്ന് തന്നെ ലൈസോസോംസ് റിലീസ് ചെയ്യും. അതുപോലെ അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അങ്ങനെ ലാക്റ്റിക് ആസിഡോസിസ്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് സിക്കിൾ സെൽ സിൻഡ്രോം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ സിക്കിൾ സെൽ സിൻഡ്രോം ഉണ്ടായി കഴിയുമ്പം ഈ ക്ലോട്ട് ഒക്കെ ഉണ്ടാവും. ഈ ക്ലോട്ട് വീണ്ടും പ്ലേറ്റ്ലെറ്റ്സിനെ ഒക്കെ വീണ്ടും അട്രാക്ട് ചെയ്യും. അങ്ങനെ DIC ഉണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഈ ശരിക്കും ഇതെന്ന് പറയുമ്പോൾ ഹെമറേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഹൈപ്പോവോളീമിക് ഷോക്ക് ആണ് ഉണ്ടാകുന്നത്. ഹൈപ്പോവോളീമിക് ഷോക്കിലും സെയിം പത്തോളജിയാണ്, സെയിം പത്തോളജി എഴുതിയാൽ മതി. ഇനി ഇതിന്റെ മേജർ കോംപ്ലിക്കേഷൻസ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. DIC, അസിഡോസിസ്, ഹൈപ്പോതെർമിയ. ഇത് മൂന്നുമാണ് മേജർ കോംപ്ലിക്കേഷൻസ് ഇൻ ഹെമറേജ്, അതായത് ഹൈപ്പോവോളീമിക് ഷോക്ക്. ഇനി നമുക്ക് ക്ലിനിക്കൽ സിംറ്റം എങ്ങനെയായിരിക്കും പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത്? ഓക്കെ, പാലർ, കാരണം ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടായി അനീമിക് ആകുമ്പോൾ പാലർ ഉണ്ടാവും. തേഴ്സ്റ്റി ആയിരിക്കും, കാരണം ഹൈപ്പോവോളീമിയ അല്ലേ പേഷ്യന്റ്, അപ്പം തേഴ്സ്റ്റി ആയിരിക്കും പേഷ്യന്റ് ഭയങ്കര. സൈനോസിന്റെ റീസൺ എന്താ? ഹൈപ്പോക്സി, ടിഷ്യൂ ഹൈപ്പോക്സി ആണ് സൈനോസിന്റെ റീസൺ. അടുത്താണ്, കാരണം ഓവർകുട്ടും ഓക്സിജൻ കിട്ടുന്നത്, അപ്പൊ സൈനോസിസ് അടിക്കും. പിന്നെ ടക്കിക്കാർഡിയ, ടക്കിപ്നിയ, എയർ ഹങ്കർ. എയർ ഹങ്കറിന്റെ റീസൺ ഈസ് മെറ്റബോളിക് ആസിഡോസിസ്. കോൾഡ് ക്ലാമി സ്കിൻ ആയിരിക്കും. കോൾഡ് ക്ലാമി സ്കിൻ എന്താ? ഹൈപ്പോടെൻഷൻ, വാസോ കൺസ്ട്രിക്ഷൻ, പെരിഫറൽ വാസോ കൺസ്ട്രിക്ഷൻ കാരണമാണ് കോൾഡ് ക്ലാമി സ്കിൻ. ഷോക്കിന്റെ അതേ സിംറ്റംസ്. പിന്നെ ഡ്രൈ ഫേസ്, ഡ്രൈ മൗത്ത് ഒക്കെ ആയിരിക്കും, കാരണം അതൊക്കെ ഹൈപ്പോവോളീമിയയുടെ സിംറ്റംസും ആണ്. പിന്നെ ഗൂസ് സ്കിൻ അപ്പിയറൻസ്. ഗൂസ് സ്കിൻ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, അറക്ടർ പൈലെ മസിൽസിന്റെ കോൺട്രാക്ഷൻ.
ഇതാണ് ഗൂസ്കിൻ അപ്പിയറൻസ്. പിന്നെ പേഷ്യന്റ് റാപ്പിഡ് ത്രെഡി പൾസ് ആയിരിക്കും, ഹൈപ്പോടെൻഷനിലായിരിക്കും പേഷ്യന്റ്. ഒളിഗ്യൂറിയ എങ്ങനെ ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ, വൈറ്റൽ ഓർഗൻസിന്റെ പെർഫ്യൂഷൻ ഒക്കെ കുറയും. അങ്ങനെ റീനൽ പെർഫ്യൂഷനും കുറഞ്ഞു കഴിയുമ്പോൾ GFR കുറയും. GFR കുറയുമ്പോഴാണ് ഒളിഗ്യൂറിയ വരുന്നത്, ഷോക്കിലായി കഴിയുമ്പോൾ. പിന്നെ ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു സ്പെസിഫിക് കോസ് എന്ന് പറയുന്നത് ഈ ഹെമറേജ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള ബാക്കി ഫീച്ചേഴ്സും ഉണ്ടാവും. നമുക്ക് കുറച്ച് സയൻസ് ഉണ്ട്. സയൻസ് ഞാൻ പറഞ്ഞു, റാപ്പിഡ് ത്രെഡി പൾസ് ആയിരിക്കും. പൾസ് ഭയങ്കര പടപെടാൻ ഇടിക്കും. മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ടക്കിക്കാർഡിയ അല്ലേ, മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും പൾസ്. പിന്നെ സിസ്റ്റോളിക് BP, ഹൈപ്പോടെൻഷൻ ആണ് പേഷ്യന്റ്, അപ്പം BP ലോ ആയിരിക്കും, ലെസ് ദാൻ 100 മില്ലിമീറ്റേഴ്സ് മെർക്കുറി. ഹൈപ്പോടെൻഷന്റെ റീസൺ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഹാർട്ടിലെ കൊറോണറി വെസൽസിനൊന്നും ബ്ലഡ് എത്താത്തതുകൊണ്ടാണ് ഈ ഹൈപ്പോടെൻഷൻ ലാസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഡയസ്റ്റോളിക് BP ഡ്രോപ്പ് ഉണ്ടായിരിക്കും, മോർ ദാൻ 10 മില്ലിമീറ്റേഴ്സ് മെർക്കുറി ഡയസ്റ്റോളിക് ഡ്രോപ്പ് ഉണ്ടാവും. പിന്നെ ഷോക്ക് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചാൽ റേഷ്യോ ഓഫ് പൾസ് റേറ്റ് ടു PP, അത് മോർ ദാൻ 1 ആയിരിക്കും. അതെനിക്ക് ക്ലിയർ അറിയത്തില്ല എന്തോ സാധനം. പിന്നെ ഇത്രയാണ് സയൻസ്. പൾസ് കൂടുതലായിരിക്കും, പേഷ്യന്റിന്റെ സിസ്റ്റോളിക് BP ലെസ് ദാൻ 100 ആയിരിക്കും, ഡയസ്റ്റോളിക് BP ഡ്രോപ്പ് ഉണ്ടായിരിക്കും, പാലർ സ്വെറ്റിംഗ് ഉണ്ടാവും, ഷോക്ക് ഇൻഡെക്സ് മോർ ദാൻ 1 ആയിരിക്കും. ഇത്രയാണ് സിംറ്റംസ് അറിഞ്ഞില്ലാത്ത കുഴപ്പമില്ല, പക്ഷെ പത്തോഫിസിയോളജി എന്തായാലും അറിയണം. പിന്നെ ഇനി നമുക്ക് ഇത് പഠിക്കണം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെമറാജിക് ഷോക്കിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് സിമ്പിൾ ആണൊന്നുമില്ല. ഓക്കെ. ഇനി ഫസ്റ്റ് സ്റ്റേജ് 1 ക്ലാസ് 1 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 750 ml ബ്ലഡ് പോയിട്ടുള്ളെങ്കിൽ അത് വലിയ കുഴപ്പമില്ല, നോർമൽ കണ്ടീഷൻ ആണ്. ഓക്കെ. പക്ഷെ 750 to 1500 ml ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പോവോളിമിയുടെ ഫീച്ചേഴ്സ് തുടങ്ങും. പാലർ, തേഴ്സ്റ്റി, ടക്കിക്കാർഡിയ, ഈ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ. പക്ഷെ 1500 to 2000 ml വരെ പോയിട്ടുണ്ടെങ്കിൽ ഹൈപ്പോടെൻഷൻ, ടക്കിക്കാർഡിയ, ഒളിഗ്യൂറിയ ഒക്കെ വരും. അപ്പോഴാണ് ഒന്നുകൂടെ ഹൈപ്പോടെൻഷന്റെ ഫീച്ചേഴ്സ് ഒക്കെ കൂടും. ഇനി മോർ ദാൻ 2000 ml ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ MODS വരും. ഓക്കെ. ഇങ്ങനെ നോക്കുക. ആ 4 ക്ലാസ് ഉള്ളത്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. ക്ലാസ് 1 ലെസ് ദാൻ 750, ക്ലാസ് 2 750 to 1500, 1500 to 2000 മോർ വരാണെങ്കിൽ MODS വരും. ഓക്കെ. അതാണ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഇതാണ് മാനേജ്മെന്റ് എളുപ്പം. ആദ്യം നമുക്ക് ഇമ്മീഡിയറ്റ് റെസിസിറ്റേഷൻ ആണ് ആദ്യത്തെ മാനേജ്മെന്റ്. ഓക്കെ. ഇമ്മീഡിയറ്റ് റെസിസിറ്റേഷൻ അത് നമുക്ക് അറിയുന്ന സെയിം കാര്യങ്ങൾ. ഒന്ന് ABC, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക പേഷ്യന്റിന്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിജൻ കൊടുക്കണം. 15 liters per minute ഓക്സിജൻ നമ്മൾ സപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇനി എന്തുമായിരിക്കും, ഹൈപ്പോവോളിമിക് ഷോക്ക് ആണല്ലോ ഹെമറേജിക് ഷോക്കിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഫ്ലൂയിഡ്സ് ആദ്യം കൊടുക്കുക, ബ്ലഡ് ആദ്യം കൊടുക്കുക? ഫ്ലൂയിഡ്സ് ആദ്യം കൊടുക്കണം. കാരണം ബ്ലഡ് നമ്മൾ എങ്ങനെയാ കൊടുക്കണം? ബ്ലഡ് ആദ്യം കൊടുക്കണമെങ്കിൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് അറിയണം. ഓക്കെ. ഗ്രൂപ്പിംഗ് അറിയണം. പിന്നെ അതുപോലെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് അറിയണം, ക്രോസ് മാച്ചിങ് നടത്തണം. അപ്പൊ ആദ്യം നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുക്കുക. അപ്പൊ നമ്മൾ രണ്ട് IV ബോർ കാനുലാസ് ഇട്ടിങ്ങനെ വെക്കണം. ഓക്കെ. എന്നിട്ട് ഒരു കാനുല വഴി നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുക്കണം. ഇത് കണ്ടോ, ഇതിനകത്തോടെ നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുക്കും, ഇതിനകത്തോടെ നമ്മൾ ബ്ലഡ് എടുക്കും. എന്തിനാ? ക്രോസ് മാച്ചിങ്ങിനും ബ്ലഡ് ഗ്രൂപ്പിങ്ങിനും. എന്നിട്ട് എന്തുമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? IV ഫ്ലൂയിഡ്സ്. ഏത് IV ഫ്ലൂയിഡ്സ് ആയിരിക്കും കൊടുക്കുന്നത്? നമ്മൾ നോർമൽ സലൈൻ അല്ലെങ്കിൽ നോർമൽ സലൈൻ അല്ലെങ്കിൽ റിംഗർ ലാക്റ്റിൻ ഇൻഫ്യൂഷന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. ഒരിക്കലും നമ്മൾ ക്രിസ്റ്റലോയിഡ്സ് ഒരിക്കലും കൊടുക്കില്ല. അൺവാംഡ് ഫ്ലൂയിഡ് ഒരിക്കലും കൊടുക്കണം. അൺവാംഡ് എന്ന് പറയുമ്പോൾ തണുത്ത ഫ്ലൂയിഡ്സ് ഒരിക്കലും കൊടുക്കില്ല, കാരണം പേഷ്യന്റ് ഹൈപ്പോതെർമിയയിൽ പോകും. അപ്പൊ അത് ഒരിക്കലും കൊടുക്കില്ല. പിന്നെ നമ്മൾ ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, കൊളോയിഡ് സൊല്യൂഷൻ കൊടുക്കില്ല. ക്രിസ്റ്റലോയിഡ്സ് കൊടുക്കില്ല, കൊളോയിഡ്സ് കൊടുക്കില്ല, അൺവാംഡ് സൊല്യൂഷൻ കൊടുക്കില്ല. ആകെ കൊടുക്കാൻ പറ്റുന്നത് നോർമൽ സലൈൻ അല്ലെങ്കിൽ റിംഗർ ലാക്റ്റേറ്റ്. ഇതാണ് IV ഫ്ലൂയിഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് IV ഫ്ലൂയിഡ്സ് നോർമൽ സലൈൻ അല്ലാണ്ട് റിംഗർ ലാക്റ്റേറ്റ് അല്ലാണ്ട് വേറെ 2 സാധനം കൂടെ കൊടുക്കാം. അത് നേരത്തെ മറ്റേ ഇവള് പഠിപ്പിച്ച ഹേമസിൽ അല്ലെങ്കിൽ SAG-M അല്ലെങ്കിൽ ഡെക്സ്റ്റൺ, ഇതിലെ മൂന്നും ഏത് വേണമെങ്കിലും കൊടുക്കാം. സാഗിന്റെ ഫുൾ ഫോം അവള് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? സലൈൻ, അഡിനിൻ, ഗുവാനിൻ അല്ല, ഗ്ലൂക്കോസ് അൻഹൈഡ്രേറ്റ്, M4 മാനിറ്റോൾ. ഇതാണ് SAG-M. ഈ കമ്പോണൻസ് അടങ്ങിയ സാധനമാണ് SAG-M ബ്ലഡ്. അല്ലെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഡെക്സ്റ്റൺ കൊടുക്കാം, അല്ലെ ഹെമസിൽ. ഓക്കെ. എന്നിട്ട് നമ്മൾ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത്? ബ്ലഡ് ആയിരിക്കുമല്ലോ. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ ആദ്യത്തെ ഇനീഷ്യൽ റെസിസിറ്റേഷൻ. അതാണ്. ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഡാമേജ് കൺട്രോൾ റെസിസിറ്റേഷൻ. അതെന്താന്ന് വെച്ചാൽ കൊയാഗുലോപ്പത്തീസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നോൺ സർജിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഹെമറേജ്, അത് കൊയാഗുലോപ്പത്തീസ്, DIC അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും കറക്റ്റ് ചെയ്യണം. അതുപോലെ മെറ്റബോളിക് ഡിറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യണം. അതാണ് ഇനി പറയാൻ പോകുന്നത്.
ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇമീഡിയറ്റ് റെസിസിറ്റേഷൻ ആദ്യം തന്നെ ABC, 2 IV ബോർ ക്യാനൽ ഇടുക. ഒരു ക്യാനലിൽ കൂടെ നമ്മൾ IV ഫ്ലൂയിഡ്സ് കൊടുത്തു തുടങ്ങും. ഒന്നുകിൽ നോർമൽ സെലൈൻ അല്ലെങ്കിൽ റിംഗർ ലാക്റ്റേറ്റ്. കൊടുക്കാൻ പറ്റാത്ത 3 സാധനങ്ങൾ കൊളോയിഡ്സ്, ക്രിസ്റ്റലോയിഡ്സ്, പിന്നെ ഈ ഐസോട്ടോണിക് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അൺവാംഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സും കൊടുക്കാൻ പാടില്ല. ഇനി IV സലൈൻ, നോർമൽ സലൈൻ റിംഗർ ലാക്റ്റിന് പകരം, അയ്യോ സോറി കേട്ടോ, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ബ്ലഡ് ഇവിടെ കൊടുക്കുന്ന ഹോൾ ബ്ലഡ് ആട്ടോ, ഹോൾ ബ്ലഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഹോൾ ബ്ലഡിന് പകരമാണ് നമ്മൾ ഹെമസീൽ, സാഗം അല്ലെ ഡെക്സ്ട്രം കൊടുക്കുന്നത് കേട്ടോ. സോറി. ഹലോ, ഓക്കെ. അപ്പൊ അതാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റേഷൻ. ഇനി അടുത്ത ഡാമേജ് കൺട്രോൾ റെസിസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കൊയാഗുലോപ്പത്തീസും കറക്റ്റ് ചെയ്യുക, മെറ്റബോളിക് ഡിറേഞ്ച്മെന്റും കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കൺട്രോൾ ഓഫ് ഹെമറേജ് ആണ്. കൺട്രോൾ ഓഫ് ഹെമറേജ് എങ്ങനെ ചെയ്യണം? ആദ്യം തന്നെ ആ ഹെമറേജ് എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് അവിടുത്തെ സൈറ്റിൽ നമ്മൾ പോയിട്ട് ഒന്നെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യണം. അതെങ്ങനെ വഹിക്കണം? പാക്കിംഗ് വഴി, പൊസിഷൻ, റെസ്റ്റ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രഷർ കൊടുക്കണം, പാക്കിംഗ് വെക്കണം, പിന്നെ പൊസിഷൻ, റെസ്റ്റ്, ഇത് ഇത്രയും മാനേജ് ചെയ്യുക. പിന്നെ എക്സ്റ്റേണൽ ഹെമറേജും ഇന്റേണൽ ഹെമറേജും ഉണ്ട്. എക്സ്റ്റേണൽ ഹെമറേജിന്റെ മാനേജ്മെന്റ് വ്യത്യാസമാണ്, ഇന്റേണൽ ഹെമറേജിന്റെ മാനേജ്മെന്റ് വ്യത്യാസമാണ്. എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ പുറമെ എന്തെങ്കിലും ഉള്ള ബ്ലീഡിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഉടനെ എന്താ ചെയ്യുക? അവിടെ പാക്കിംഗ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്യൂച്ചർ ഇടാം, ലൈഗേഷൻ ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, ടോപ്പിക്കൽ അപ്ലിക്കേഷൻസ്, ഈ ലോക്കൽ അപ്ലിക്കേറ്റ്, ഈ ബ്ലഡ് നിൽക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ അപ്ലൈ ചെയ്യാം. ലൈക്ക് ഓക്സിസെൽ, ഗോസ് സോക്ട് വിത്ത് അഡ്രിനാലിൻ. നമ്മൾ ENT-ലൊക്കെ കണ്ടില്ലേ, മൂക്കിന്നുള്ള എപ്പിസ്റ്റാക്സിനൊക്കെ അവര് അഡ്രിനാലിൻ മുക്കിയ പഞ്ഞി മൂക്കി വെച്ചു കൊടുക്കും. അത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ബോണിൽ നിന്നുള്ള ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ ബോൺ വാക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊക്കെ വെച്ചു കൊടുക്കാം. ഇവര് ലോക്കൽ ഹീമോസ്റ്റാറ്റിക് ഏജൻസ് എന്നാ പറയുന്നത്, അത് ചെയ്തു വെക്കാം. ഇനി വെയിൻസിൽ നിന്നുള്ള ഹെമറേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലിംബ് എലിവേഷൻ മതി. ഇപ്പം വെരിക്കോസ് വെയിൻസ് ഒക്കെ പൊട്ടി വരികയാണ്, അത് നമുക്ക് ലിംബ് എലിവേറ്റ് ചെയ്ത് വെച്ചാൽ മതി. പ്രഷർ ബാൻഡേജ് ഒക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഇന്റേണൽ ഹെമറേജിന്റെ മാനേജ്മെന്റ് വ്യത്യാസമാണ്. ഇന്റേണൽ ഹെമറേജ് എന്ന് പറയുമ്പോൾ അറിയില്ല, എന്തെങ്കിലും അകത്തെ ഏതെങ്കിലും വൈറ്റൽ ഓർഗൻസ് നിന്നുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. അപ്പൊ അതിപ്പം ഹീമോതൊറാക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഇന്റർകോസ്റ്റൽ ട്യൂബ് ഇട്ടാൽ മതി. ഓക്കെ, ഇനിയിപ്പോ വൈറ്റൽ ഓർഗൻസിന് എവിടുന്നേലും ആണെങ്കിൽ നമ്മൾ ലാപ്രോട്ടമി വഴി അത് എക്സ്പ്ലോറേഷൻ നടത്തണം, നോക്കണം എവിടുന്നായി ബ്ലീഡിംഗ് വരുന്നതെന്ന്. അപ്പൊ ഇപ്പൊ അത് ചിലപ്പം ബവലിന്നാവാം, മീസെൻട്രിന്നാവാം, സ്പ്ലീനിന്നാവാം. ചിലപ്പോൾ സ്പ്ലീനെക്ടമി ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. സ്യൂച്ചറിങ് ഉണ്ടെങ്കിൽ സ്യൂച്ചറിങ് ഇടാം. ഓക്കെ, പിന്നെ ഇവർ പറയുന്നുണ്ട് ഈ ഇൻട്രാ അബ്ഡമിനൽ ബ്ലീഡ് ഒക്കെ പാക്കിംഗ് വെച്ചാൽ തന്നെ നമുക്ക് ഹെമറേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറെയൊക്കെ ഹെമറേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് എക്സ്റ്റേണൽ ഹെമറേജും ഇന്റേണൽ ഹെമറേജും മാനേജ്മെന്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉള്ളൂ. ഇനി ലാസ്റ്റ് ആണ് ഒരു എൻഡ് പോയിന്റ്സ് ഓഫ് റെസിസ്റ്റേഷൻ. ഇതൊന്നുമില്ല, ഇത് 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. എൻഡ് പോയിന്റ്സ് ഓഫ് റെസിസ്റ്റേഷൻ 2 കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പേഷ്യന്റ് ഹൈപ്പോതെർമിയിലാണെങ്കിൽ നമ്മൾ വാം ആക്കി വെക്കണം പേഷ്യന്റിനെ. അപ്പൊ നമ്മൾ മറ്റേ ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് മൂടണം. ഓക്കെ, ഹൈപ്പോതെർമിയ പ്രിവെന്റ് ചെയ്യാൻ. ഇപ്പം ലെസ് ദാൻ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് അയാളുടെ ടെമ്പറേച്ചർ, ഭയങ്കര ലീതലാണ്. അപ്പം ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. രണ്ടാമത്തത് കൊയാഗുലോപ്പതീസ് ട്രീറ്റ് ചെയ്യണം. കൊയാഗുലോപ്പതീസ്, ഈ കൊയാഗുലോപ്പതി എങ്ങനെ ഉണ്ടാവുന്നത്? ട്രോമ ഇൻഡ്യൂസ്ഡ് കൊയാഗുലോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, TIC. ട്രോമ വന്ന ആൾക്ക്, ട്രോമ ഉണ്ടായി കഴിഞ്ഞ് ഒരുപാട് ബ്ലീഡിങ് ആയി കഴിയുമ്പോൾ ട്രോമ ഇൻഡ്യൂസ്ഡ് കൊയാഗുലോപ്പതീസ് വരാം. ഓക്കെ, അത് ഈ പ്ലേറ്റ്ലെറ്റ് ഒക്കെ വന്നിങ്ങനെ, പ്ലേറ്റ്ലെറ്റിന്റെയും കൊയാഗുലൻസിന്റെ ഒക്കെ ആക്ഷൻ കാരണം ട്രോമ ഇൻഡ്യൂസ് കൊയാഗുലോപ്പതി വരാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അത് ട്രീറ്റ് ചെയ്യണം. നേരത്തെ ഉമേബത്ത് പറയുന്നത് കൊയാഗുലോപ്പതീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഫൈബ്രിനോജനാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫൈബ്രിനോജൻ ഇൻഫ്യൂഷൻ കൊടുക്കണം. 4 grams ആസ് ഇനീഷ്യൽ ഡോസ്. അത് നമ്മൾ 4 gram കൊടുക്കും, ഇച്ചിരി കൂട്ടി കൊടുക്കണം ആദ്യം കൊടുക്കണം. പിന്നെ നമ്മൾ 50 milligrams per kilogram കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ക്ലോട്ടിങ്, ഈ ഫൈബ്രിനോജൻ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് എടുത്ത് നോക്കണം, ബ്ലഡ് സെപ്പറേറ്റ് എടുത്ത് നോക്കണം, അതിൽ വീണ്ടും ക്ലോട്ടിങ് നടക്കുന്നുണ്ടോ എന്ന് ആവശ്യമില്ലാണ്ട്. അതിന് ചെയ്യുന്ന 2 മെത്തേഡാണ് ഈ ത്രോംബോ ഇലാസ്റ്റോഗ്രഫി ആൻഡ് റൊട്ടേഷണൽ ഇലാസ്റ്റോമെട്രി, റോട്ടം. ഓക്കെ, ഇത് 2 പ്രൊസീജിയറിന്റെ പേരാ. ത്രോംബോ ഇലാസ്റ്റോഗ്രഫി എന്ന് നമ്മൾ ബ്ലഡ് പുറത്തെടുത്തിട്ട് നമ്മൾ നോക്കും ഇതിൽ ക്ലോട്ടിങ് വീണ്ടും നടക്കുന്നുണ്ടോ എന്ന്. റോട്ടം ഇതുപോലെ വേറൊരു മെത്തേഡാണ്, നമ്മൾ ബ്ലഡ് പുറത്തെടുത്ത് അതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കും അതിനകത്ത് ക്ലോട്ടിങ് നടക്കുന്നുണ്ടോ എന്ന്. 2 അസസിങ് മെത്തേഡാണ്. ഓക്കെ, ക്ലോട്ടിങ് നടക്കുന്നുണ്ടോ. പിന്നെ നമ്മൾ ട്രാൻഎക്സാമിക് ആസിഡ് എന്ന് പറഞ്ഞ ഇതും കൊടുക്കും. അത് 15 milligram per kilogram ആണ് കൊടുക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇനി അടുത്ത മാനേജ്മെന്റ് ആണ് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ്സ് മാനേജ്മെന്റ് ചെയ്യുക. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെന്തൊക്കെയാണ്? യൂറിൻ ഔട്ട്പുട്ട് നോക്കുക, CBC എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റേ ക്ലോട്ടിങ്ങിന്റെ കാര്യങ്ങളെല്ലാം, PTT, INR, മറ്റേ കോയാഗുലേഷന്റെ കാര്യങ്ങൾ അറിയണ്ടേ? PT, INR നോക്കണം, APTT, ഹെമറ്റോക്രിറ്റ് നോക്കുക, ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ഒക്കെ നോക്കുക, റീനൽ ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ചെസ്റ്റ് എക്സ്റേ ആവശ്യമുണ്ടാവും. ഇത്രയാണ് മാനേജ്മെന്റ്.
ഓക്കെ. പിന്നെ ഈ കുറച്ച് ലോക്കൽ ഹീമോസ്റ്റാറ്റിക് ഏജൻസ് ഓർത്ത് വെക്കണം. അത് കൊളാജൻ അതുപോലെ ത്രോംബിൻ, ഈ 2 കാര്യങ്ങളെങ്കിലും ഓർത്ത് വെക്കുക. കൊളാജനും ത്രോംബിനും. പിന്നെ ജെലാറ്റിൻ സ്പോഞ്ച്, ബോൺ വാക്സ്, ഇതൊക്കെ കുറച്ച് ഹീമോസ്റ്റാറ്റിക് ഏജൻസ് ആണ്. ഓക്കെ. ഇതൊരു സെല്ലുലോസ് ആണ്. ഇതും ഹീമോസ്റ്റാറ്റിക് ഏജന്റ് ആണ്, സെല്ലുലോസ്. ഓക്കെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ റോട്ടം, ക്ലോട്ട് ഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ഇത് സർജറിയുടെ സമയത്ത് ഇത് പാക്ക് ആണ്, ഗോസ് ആണ്. ഈ ഗോസ് എല്ലാം നമ്മൾ കളയത്തില്ല, ഇതിങ്ങനെ ഹാങ് ചെയ്തിടും. ഹാങ് ചെയ്തല്ല എവിടെ മാറ്റി വെക്കും. കാരണം എന്തോരം ബ്ലഡ് ലോസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, കഴിഞ്ഞു. ഒന്നുകൂടെ പറയണോ മാനേജ്മെന്റ്? ഓക്കെ, ഓടിച്ചിട്ട് പറയാം. അപ്പം ഹെമറേജിനകത്ത് 3 കാര്യങ്ങൾ: പ്രൈമറി, റിയാക്ഷണറി, സെക്കൻഡറി ഹെമറേജ്. എന്താണെന്ന് അറിയാം. റിയാക്ഷണറി ഹെമറേജിന്റെ കോസസ് ഓർക്കാൻ എളുപ്പമാണ്. ഈ ഹെഡ് ടു നെക്ക് നമ്മൾ ഏതൊക്കെ കണ്ടീഷൻസ് ആയാലും അതനുസരിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ. തൈറോയിഡ്, കോളിസിസ്റ്റക്ടമി, അബ്ഡോമിനൽ സർജറി, സർക്കംസിഷൻ, ഹൈഡ്രോസിൽ, ടോൺസിലക്ടമി. സെക്കൻഡറി ഹെമറേജിന്റെ റീസൺസ് എന്ന് പറയുമ്പോൾ 14 ഡേയ്സ് സർജറി കഴിഞ്ഞ് 14 ഡേയ്സ് ഉണ്ടാകുന്നതിനാണ് സെക്കൻഡറി ഹെമറേജ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു റീസൺ ഹെമറോഡക്ടമി ഉള്ള പേഷ്യന്റ് പ്രഷർ വരുമ്പോഴാണ്, പ്രഷർ ബൈ ഡ്രെയിൻ ഓർ ബോൺ. ഓക്കെ, അതാണ് റീസൺ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ സർജിക്കൽ ഹെമറേജും നോൺ സർജിക്കൽ ഹെമറേജും. സർജിക്കൽ ഹെമറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സർജറി ചെയ്യാൻ മാറ്റാൻ പറ്റുന്ന ഹെമറേജ് ആണ്. നോൺ സർജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് മാറ്റാൻ പറ്റില്ല, ഡ്രഗ്സ് കൊടുത്തേ മാറ്റാൻ പറ്റുള്ളൂ. അതിന്റെ കണ്ടീഷൻസ് ആണ് ലൈക്ക് കൊയാഗുലോപ്പത്തീസ്, DIC, അതൊക്കെ. പിന്നെ പത്തോഫിസിയോളജി ഇനി പറയണ്ടല്ലോ, പറയണോ? പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. പിന്നെ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ലെസ് ദാൻ 750, 750 to 500, 1500, 1500 to 2000, മോർ ദാൻ 2000 ആകുമ്പോഴാണ് MODS, മൾട്ടിപ്പിൾ ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം. പിന്നെ മാനേജ്മെന്റ് അത് നമുക്കൊരു ഇമ്മീഡിയറ്റ് റെസസിറ്റേഷൻ ഉണ്ട്, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ, ഫ്ലൂയിഡ്സ് കൊടുക്കുക, ബ്ലഡ് കൊടുക്കുക. രണ്ടാമത്തതാണ് DCR റെസസിറ്റേഷൻ. DCR എന്ന് പറയുമ്പം ഡാമേജ് കൺട്രോൾ റെസസിറ്റേഷൻ. അതിനകത്ത് നമ്മൾ കൊയാഗുലോപ്പത്തീസ് മാനേജ് ചെയ്യും, അതുപോലെ മെറ്റബോളിക് ഡിറേഞ്ച്മെന്റ്സ് മാനേജ് ചെയ്യും. ഓക്കെ. ഇനി എങ്ങനെയാണ് ഹെമറേജ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഹെമറേജ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യാം, പാക്കിംഗ് വെക്കാം, പൊസിഷൻ ശരിയാക്കാം, റെസ്റ്റ്. പിന്നെ നമുക്ക് 2 തരം ഹെമറേജ് ഉണ്ട്. എക്സ്റ്റേണൽ ഹെമറേജ് ഉണ്ട്, ഇന്റേണൽ ഹെമറേജ് ഉണ്ട്. അതിന്റെ 2ന്റെ മാനേജ്മെന്റ് എഴുതുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇനി എൻഡ് പോയിന്റ്സ് ഓഫ് റെസിസിറ്റേഷൻ. ഓക്കെ. എൻഡ് പോയിന്റ്സ് ഓഫ് റെസിസിറ്റേഷൻ എന്ന് പറയുമ്പോൾ പേഷ്യനെ നമ്മൾ വാമാക്കി വെക്കണം. കൊയാഗുലോപ്പതി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഫൈബ്രിനോജൻ കൊടുക്കണം. 4 grams ആദ്യം കൊടുക്കണം, പിന്നെ 50 mg/kg. പിന്നെ അതിന്റെ കൂടെ ഈ കൊയാഗുലോപ്പതി ഉള്ള പേഷ്യന്റ് 2 ടെസ്റ്റ് നടത്തണം: TEG, ത്രോംബോ ഇലാസ്റ്റോഗ്രഫി, ആൻഡ് റോട്ടം. പിന്നെ അതിന്റെ കൂടെ ഫൈബ്രിനോജൻ കൂടാതെ ട്രാൻഎക്സാമിക് ആസിഡും കൊടുക്കും. ട്രാൻഎക്സാമിക് ആസിഡ് പ്ലാസ്മിനോജൻ ഇൻഹിബിറ്റർ ആണ്, അങ്ങനെ അതും ക്ലോട്ടിംഗ് ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് മാനേജ് ചെയ്യുക. പിന്നെ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസ് കുറച്ച് എഴുതുക. എന്തൊക്കെ നമ്മൾ CBC, പിന്നെ മറ്റേ PT ടൈം, APTT, PTINR, ഹെമറ്റോക്രിറ്റ്, പിന്നെ ABG, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ചെസ്റ്റ് എക്സ്റേ. പിന്നെ കുറച്ച് ഹീമോസ്റ്റാറ്റിക് ഏജൻസ് ഓർത്ത് വയ്ക്കുക: കൊളാജൻ, സെല്ലുലോസ്, ബോൺ വാക്സ്, ത്രോംബിൻ. ഈ 4 എണ്ണെങ്കിലും ഓർത്ത് വയ്ക്കുക: കൊളാജൻ, സെല്ലുലോസ്, ത്രോംബിൻ, ബോൺ വാക്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.